ഉത്രട്ടാതി ജലമേളയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജലലക്ഷ്മി, ജലഘോഷയാത്ര പൂർത്തിയായോ? എല്ലാ പള്ളിയോടങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നോ? ദിവേഷ്, എല്ലാ പള്ളിയോടങ്ങളും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇനിയും ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ധാരാളം പള്ളിയോടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ന പള്ളിയോടങ്ങളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ആ കാഴ്ച അതിമനോഹരമാണ്. അപ്പോൾ ഇവിടെ നിരവധി ആളുകൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിക്കാം. സ്ഥിരം വള്ളംകളി കാണാൻ വരുന്ന ആളുകൾ തന്നെയാണോ? സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ്. ഈ വെയിലൊക്കെ അതികഠിനമായ ചൂടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ടും അത് നിൽക്കാനൊരു ആവേശം അതെങ്ങനെയാ? നമ്മൾ നാട്ടുകാരായതുകൊണ്ട് നമ്മുടെ അങ്ങനെ ആവേശം. ഓണം തന്നെയാണല്ലോ ഇത്. ആറന്മുളക്കാരുടെ ഓണമാണല്ലോ ഉത്രട്ടാതി വള്ളംകളി. അങ്ങനെ എത്ര വള്ളംകളിക്ക് എല്ലാ വട്ടം വരാറുണ്ടോ അമ്മയുടെ കൂടെ? വരാറില്ല. ഇഷ്ടമാണോ വള്ളംകളി? ഇഷ്ടമാണോ? എല്ലാ വട്ടം വരാറുണ്ടോ അമ്മേന്റെ കൂടെ? ഇഷ്ടമാണോ വള്ളംകളി? എന്താ ഈ പാട്ട് പാടി ഇങ്ങനെ തുഴയുന്നതാണോ ഇഷ്ടം, അതോ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഈ ഒരു വലിയ സ്പീഡിലൊന്നും അല്ലല്ലോ പോണേ? എന്താ ഈ വള്ളംകളിയിൽ അട്രാക്ട് ചെയ്യണേ? പാട്ടിഷ്ടാണോ? പാട്ടിഷ്ടാണ്. എല്ലാ വട്ടം വരാറുണ്ട്? എല്ലാ വട്ടവും ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാ വട്ടവും അതിന്റെ ഒരു ആവേശം. പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഈ ദിവസം നിങ്ങൾ ഇവിടെ ഉണ്ടാവും അല്ലേ? ഈ ദിവസം നമ്മൾ എവിടെ ആണെങ്കിലും ഇവിടെ എത്തും. ഇഷ്ടമാണോ വള്ളംകളി കാണാൻ? ഇഷ്ടമാണോ? ദിവേഷ്, ഇവിടെയുള്ള എല്ലാ ആളുകളും ഇപ്പോ അവർ പറയുന്ന പോലെ തന്നെ ആറന്മുളക്കാരുടെ ഓണമാണ് ഈ ഒരു ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുന്നത്. അപ്പൊ അവർ എവിടെ പോയാലും ഏത് സ്ഥലത്താണെങ്കിലും അവർ ഈ ഒരു ദിവസം ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളടക്കമാണ് അവർ ഈ കാഴ്ച കാണാനായിട്ട് എത്തുന്നത്. വെയിലോ മഴയോ എന്ത് തന്നെയാണെങ്കിലും അവർ ഈ ഒരു ദിവസം ഇവിടെ ഈ പമ്പയാറ്റിന്റെ തീരത്തുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാകുന്നത്. ഈ വെയിലാണെങ്കിൽ കൂടി ആളുകൾ എല്ലാവരും ഒരേ ആവേശത്തോടെ ഒരേ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ വെയിലത്തും അടിക്കുന്ന ആ ഒരു കാറ്റിലൊരു സുഖമുണ്ട്, ഒരു പ്രത്യേക സുഖമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ദിവേഷ്. കാരണം ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇപ്പോൾ ഈ പള്ളിയോടങ്ങളൊക്കെ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുമ്പോൾ അമരവും മണിയും ഒക്കെ അതിമനോഹരമായി അലങ്കരിച്ചുകൊണ്ട് ആ ഒരു കാഴ്ച എല്ലാവരുടെയും കൺകുളിർപ്പിക്കുന്നത് തന്നെയാണ്. ഓരോ നിമിഷവും ഇനിയിപ്പോൾ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വള്ളം കളി ആരംഭിക്കാനായിട്ട്. അപ്പോൾ ആവേശത്തോടെയാണ് ഓരോ തുഴക്കാരും തുഴയെറിയുന്നത്. ഇത് കേവലം ഒരു മത്സരമായിട്ട് മാത്രമല്ല ഇവർ കാണുന്നത്. ഇവരുടെ ആ ഒരു ഐക്യവും ഒരുമയും ആ ഒരു പ്രാർത്ഥനയും ആ ഒരു പാട്ടും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ആറന്മുള വള്ളംകളി ഇത്രമാത്രം പ്രസിദ്ധമാകുന്നത്. നാനാ ദിക്കിൽ നിന്നുമുള്ള ആളുകളാണ് ഈ ആറന്മുളയിലേക്ക് ഈ ദിവസം എത്തുന്നത്. കാരണം ഈ തുഴ ഇങ്ങനെ എറിയുമ്പോൾ ഒരേ താളത്തിലാണ് ഇവർ ഈ ഒരു പള്ളിയോടത്തിൽ ഇരിക്കുന്നതും ആ പാട്ടിനൊത്ത് ഇവർ ഈ വള്ളം തുഴയുന്നതും. അപ്പോൾ ആ കാഴ്ച കാണാൻ, അത് കണ്ടില്ല എങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോകും എന്നത് ഒരു പരമപ്രധാനമായ സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ആളുകൾ നിൽക്കുന്നത്. ഇക്കരക്കരയും അക്കരക്കരയും ഒക്കെ നിരവധി ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ ഈ പള്ളിയോടങ്ങളുടെ ഈ പോക്ക്, ആ അഴക് അത് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് വീക്ഷിച്ചിരിക്കുന്നത്. ഈ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നതിലും അതിയായ സന്തോഷമുണ്ട്. കാരണം ഇവിടെയുള്ള എല്ലാ ആളുകളും നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇത് ഇപ്പൊ വരുമോ അല്ലെങ്കിൽ ഇത് ലൈവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ, അതായത് ഈ പള്ളിയോടങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച അത് അതിമനോഹരം തന്നെയാണ് ദിവിഷ്. ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ ഈ ഒരു മത്സരം തുടങ്ങാനായിട്ട്. ആ മത്സരം കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ആവേശം, ഈ ഓളം ഇതൊന്നും ഇപ്പൊ കാണുന്ന പോലെ ആയിരിക്കില്ല. ഇതിലും കൂടുതൽ അത് അതിമനോഹരമാകുകയായിരിക്കും ദിവിഷ്. ജയലക്ഷ്മിയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.